ഹലോ, ഇന്ന് നമുക്ക് CMA സ്റ്റുഡൻസ് അവരുടെ CMA ജേണിയിൽ വരുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, കൺസെപ്ച്വൽ ക്ലാരിറ്റി. CMA USA എക്സാമിന് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു കൺസെപ്റ്റ് വ്യക്തമായി അറിയാമോ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുക എന്നതിനപ്പുറം ആ ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തണം. മിസ്റ്റേക്ക് നമ്പർ 2, നോട്ട് പ്രാക്ടീസിങ് ഇനഫ് MCQs. നമ്മൾ എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്ക് എത്രത്തോളം MCQs പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ ക്ലാസ്സസ് കേട്ടു, നോട്ട്സ് പ്രിപ്പയർ ചെയ്തു എന്നതിനപ്പുറം നമ്മൾ എത്രത്തോളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നോ അത്രയും നമുക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 3, ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാം, നമുക്ക് CMA USA എക്സാം 4 hours ആണ്. അതിൽ 100 MCQs അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് 3 മണിക്കൂറാണ്. ഏകദേശം ഒരു ക്വസ്റ്റിന് 1.5 മിനിറ്റ് വെച്ചാണ് കിട്ടുന്നത്. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴും MCQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇത് നമുക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു കോമൺ മിസ്റ്റേക്ക് ആണ് ലാക്ക് ഓഫ് റിവിഷൻ. നിങ്ങൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്. ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷൻസ് എന്ന് പറയുന്നത്. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കീ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെക്കാനും എക്സാമിന് നന്നായി പെർഫോം ചെയ്യാനും പറ്റും. നമ്പർ 5, സ്കിപ്പിംഗ് പോർഷൻസ്. നമുക്കറിയില്ല CMA എക്സാമിന് ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് നമുക്ക് കൃത്യമായി ചോദ്യങ്ങൾ വരിക എന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാനായി പാടില്ല. ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ അത്രയും മാർക്കാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോർഷൻ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നത് പോലെ വേണം പഠിക്കാനായിട്ട്. ലാസ്റ്റ് വൺ, അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദർ ഇസ് ഓൺലി 2 എക്സാംസ്. ബാക്കി പ്രൊഫഷണൽ കോഴ്സുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് CMA USAക്ക് ആകെ 2 എക്സാം അല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ 2 എക്സാമിലായിട്ട് 12ഓളം സബ്ജക്റ്റുകളെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റിനും സർട്ടൈൻ പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കോഴ്സ് പാസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള 2 എക്സാം അല്ലേ ഉള്ളൂ എന്നൊരു തോട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് CMA സ്റ്റുഡൻസ് വരുത്തുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ്. നിങ്ങളിങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വയ്ക്കണം.